നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ ഡയറക്ടറും ചെയർമാനുമായിരിക്കും അബു സാറിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും, അതുപോലെ ഇന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു. ദേവദാസനോട് ഓർമ്മിപ്പിച്ച പോലെ കഴിഞ്ഞൊരു സെമസ്റ്റർ വളരെ നന്നായി നടക്കുക ദൈവമായ കർത്താവിന്റെ ആക്കി. ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത നിങ്ങൾക്കറിയാം, അത് നിശ്ചയിക്കപ്പെട്ടതുപോലെ ക്രമീകൃതമായ നിലയിൽ തന്നെ വിഷയങ്ങൾ നിങ്ങൾക്ക് നൽകാൻ എല്ലാ അധ്യാപകരും ഒരുപോലെ ഉത്സാഹിച്ചു. അത് നമ്മുടെ സ്ഥാപനത്തിന് അനുഗ്രഹമാണ്. ഇത് മുഖാന്തരം അനേകം ദൈവവചനം പഠിക്കുകയും അവരവരുടെ സഭകളിലും അവരവരുടെ ദേശത്തും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇത് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് അനുവദിച്ചാൽ MD കോഴ്സ് ആരംഭിക്കുന്നതിനെ കുറിച്ച് കേട്ടല്ലോ. ഒരു വാക്ക് പറയണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. വളരെ ചുരുക്കം പേർ മാത്രമായിരിക്കും അതിലേക്ക് വേണ്ടി സെലക്ട് ചെയ്യപ്പെടുക. എന്നാലും കോഴ്സുകൾ വളരെ ഭംഗിയായി നടക്കണം, അനുഗ്രഹീയമായി നടക്കണം. വിദേശത്ത് നിന്ന് കൂടുതൽ ആളുകൾ അതിൽ പങ്കാളികളാകുവാൻ ഇടയാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നേരത്തെ തന്നെ അതിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച പലരുണ്ട്. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, കാനഡയിൽ എല്ലാം അതിൽ ചേരാൻ ആഗ്രഹിക്കുന്ന പലരുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എല്ലാം വളരെ ഭംഗിയായി തീരണം. നിരവധി പേർ മാസ്റ്റർ ഡിഗ്രി പഠിച്ച് അംഗീകൃതമായ സർട്ടിഫിക്കറ്റ് നേടി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കും. അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവിടെ ഞാൻ ക്ഷേമമായിരിക്കുന്നു, കുഴപ്പമില്ലാതെ പോകുന്നു. എന്നാൽ വന്ന ദിവസങ്ങൾ മുതൽ ചില ശാരീരിക പ്രയാസങ്ങളുണ്ടായി. എല്ലാം കുറഞ്ഞു വരുന്നു. ദൈവം ബലപ്പെടുത്തുന്നു. നമ്മുടെ ക്ലാസ് ഇന്ന് അവസാനിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം ഇന്നത്തെ ക്ലാസ് കൊണ്ട് അവസാനിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ 21 എന്ന ചാപ്റ്റർ ഏറെക്കുറെ പറഞ്ഞു തീർത്തതാണ്. നമുക്ക് അധികമില്ല. അപ്പൊ പുതിയ ഭൂമിയും പുതിയ ആകാശവും എന്താണ്, എന്തുകൊണ്ടാണ് പഴയ ആകാശത്തിനും പഴയ ഭൂമിക്കും എന്ത് സംഭവിക്കുന്നു? സഭയുടെ പ്രത്യാശ പുതിയ ഭൂമിയാണ്. പുതിയ ഭൂമിയിലാണ് ആദാമ്യ പാപത്തിന്റെ യാതൊരു ദോഷങ്ങളും ഫലിക്കാത്ത, നിലനിൽക്കാത്ത ഭൂമി പുതിയ ഭൂമിയാണ്. പഴയ ഭൂമിയെ പുതുക്കിയെടുക്കലല്ല, പഴയ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുക. പത്രോസ് വ്യക്തമായി പറയുന്നു, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. വ്യക്തമായി പറയുകയാണ്. ഞാനത് എടുത്തു പറയാൻ കാരണം, ചില ആളുകൾ ദൈവം സൃഷ്ടിച്ച ഭൂമിയെ
നശിപ്പിക്കുന്നില്ല, പുതുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. അത് വേദപുസ്തക പ്രകാരം ശരിയല്ല. ബൈബിൾ പറയുന്നത് ഈ ഭൂമി അതിലുള്ള പണികളും എന്തുപോകുമെന്ന് തന്നെയാണ്. അപ്പൊ പുതിയ ഭൂമി, പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഈ ആകാശം വേറെ. ഈ ആകാശം സൂര്യനിൽ നിന്നും ഈ ഭൂമിക്ക് വേണ്ട പ്രകാശത്തെയും സൂര്യനിൽ നിന്നുള്ള മാരകമായ കിരണങ്ങളെയും അരിപ്പ പോലെ പ്രവർത്തിച്ച് മനുഷ്യന് കഴിവതും ദോഷം വരാത്ത രീതിയിൽ ക്രമീകരിക്കുന്ന ഒരു സംവിധാനം ഈ ഭൂമി ആകാശമുണ്ട്. എന്നാൽ പുതിയ ഭൂമിയിൽ സൂര്യനോ ചന്ദ്രനോ അല്ല വെളിച്ചം തരും. അതുകൊണ്ട് ഈ ആകാശത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. വ്യത്യാസമാണ്. സമുദ്രമില്ലാത്ത ആ പുതിയ ഭൂമിയിൽ ഇന്നത്തെ ദോഷങ്ങളൊന്നും ബാധിക്കാത്ത ഭൂമി, ആദാമ്യ പാപത്തിന്റെ പരിണതപരമായ ഒരു ദോഷവും ബാധിക്കാത്ത ഭൂമിയിൽ നിത്യത മുഴുവൻ പുലരാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഭരണകൂടമാണ്, ഭരണാധികാരികളാണ്. പുതിയ യെരൂശലേം എന്നത് പുതിയ ഭൂമിയുടെ തലസ്ഥാനമാണ്. ലോകജാതികൾ പുതിയ യെരൂശലേമിലേക്ക് രാജാതിരാജാവും കർത്താതികർത്താവുമായ മശിഹയെ കാണാൻ വരും. അവർ യെരൂശലേമിൽ വന്ന് മശിഹയെ കാണും. അതിന് നിലയിൽ നടന്നുകൊണ്ടിരിക്കും. ഈ പുതിയ യെരൂശലേം എന്ന ആശയം എന്താണ്? ഇതിന്റെ സത്ത എന്താണ്? അതായത് വേദപുസ്തകത്തിന്റെ യുഗങ്ങളിലൂടെയുള്ള ദൈവത്തിന്റെ പ്ലാൻ അല്ലെങ്കിൽ പദ്ധതി എന്തായിരുന്നു? നമുക്കൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. എഫേസ്യർ 1:10. അത് സ്വർഗത്തിൽ ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. കാലസമ്പൂർണതയിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ക്രിസ്തുവിൽ ഒന്നാക്കി മാറ്റുക. കാലത്തിന്റെ സമ്പൂർണതയിൽ, ഇംഗ്ലീഷിൽ ഫുൾനെസ് ഓഫ് ടൈം, കാലം തീരുക, എന്റെ പൂർണ്ണതയിലെത്തുക. എന്താ ചെയ്യാൻ പോകുന്നേ? സ്വർഗവും ഭൂമിയും ഒറ്റ തലയുടെ കീഴിൽ കൊണ്ടുവരും. പറഞ്ഞാൽ ഒറ്റ ഭരണത്തിന് കീഴിൽ. ഇത് സംഭവിക്കുന്ന പുതിയ ഭൂമിയിലാണ്. ഇപ്പൊ സ്വർഗം വേറെ, ഇപ്പൊ ഭൂമി വേറെ. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴേ ഒരു കാര്യം കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇതെന്നാ നടക്കുക? അത് നടക്കുന്നത് പുതിയ ഭൂമിയിലാണ്. ദൈവഹിതം പൂർണ്ണമായി സ്വർഗത്തിൽ നിറവേറുന്നത് പോലെ ഈ ഭൂമി നിറവേറാൻ പോയ ഒരേ ഭരണം, ഒരേ നിയമം, ഒരേ ദൈവ സാന്നിധ്യം, ഇതെല്ലാം ലഭിക്കുന്നത്
പുതിയ ഭൂമിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പുതിയ യെരൂശലേം എന്ന ആശയം എവിടുന്ന് തുടങ്ങി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ പദ്ധതി എവിടാണ് ആരംഭിച്ചത്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആദമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവം അവരെ ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി അവിടെ ആക്കി എന്ന് നമ്മൾ വായിക്കും. ഏദനിൽ ഒരു തോട്ടം. ഏദൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് പർദീസ, ഗാർഡൻ എന്നീ അർത്ഥങ്ങളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഏദൻ എന്ന വാക്കിന് മൂലഭാഷയിൽ സ്പോട്ട് എന്നൊരർത്ഥമുണ്ട്. സ്പോട്ട്. എന്തിന്റെ സ്പോട്ട്? ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങി വരുന്ന ഇടം. ഭൂമി മുഴുവൻ ദൈവത്തിന്റെ പ്രസൻസ് വരികയില്ല. ഈ ഗോളം മുഴുവൻ ദൈവത്തിന്റെ പ്രസൻസ് വരുന്നില്ല. ആദമും ഹവ്വയെയും ആക്കിയ തോട്ടത്തിൽ യഹോവ വന്നു. സ്പോട്ട്. എന്തായാലും ദൈവത്തിന്റെ പ്ലാൻ മനുഷ്യനും ദൈവം ഒന്നിച്ച് കൂട്ടായ്മയിൽ ജീവിക്കുക. എന്താ തകർത്ത് കളഞ്ഞത്? ആദാമിന്റെ പാപം. ആദാമി പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ഏദൻ ദൈവവും മനുഷ്യനും ആ സുന്ദരമായ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് പുലർത്തിക്കൊണ്ട് മനുഷ്യവംശവും അങ്ങനെ തന്നെ ജീവിക്കുമായിരുന്നു. പാപം തകർത്തു കളഞ്ഞു. ദൈവത്തിൽ നിന്ന് ആദാം ഓടിയൊളിച്ചു. ദൈവം ആദാമിനെ തിരക്കി. നീ എവിടാണെന്ന് ചോദിച്ചു. പിന്നീട് ദൈവം ഭൂമിയിലേക്ക് അങ്ങനെ ഇറങ്ങി വരാറില്ല. പിന്നീട് ദൈവം മനുഷ്യരോടുകൂടെ വസിക്കാൻ ആഗ്രഹിച്ച ദൈവം ഒരു കാര്യം ചെയ്യും. എന്തായിരുന്നു? മോശയുടെ കാലത്ത് സമാഗമന കൂടാരം. അതെന്തിനായിരുന്നു? ദൈവത്തിന് അവരുടെ വസിക്കാൻ. പുറപ്പാട് പുസ്തകം 25:8 വാക്യം വായിക്കാം. പുറപ്പാട് 25:8. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. മതി കണ്ടല്ലോ. എന്തിനായിരുന്നു സമാഗമന കൂടാരം? ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് എനിക്കൊരു കൂടാരം ഉണ്ടാക്കണം. അപ്പൊ ആദാമിന്റെ വീഴ്ച മുതൽ ദൈവത്തിന് കഴിയാതെ പോയൊരു കാര്യം, ഭൂമിയിൽ മനുഷ്യരോടൊപ്പം വന്ന് വസിക്കുക ബുദ്ധിമുട്ടാണ്. അതിന്റെ കാരണം മനുഷ്യന്റെ പാപമാണ്. സമാഗമന കൂടാരത്തിൽ ദൈവം വസിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമേതാ? പ്രാകാരമാണോ? അല്ല. വിശുദ്ധ സ്ഥലമാണോ? അല്ല. അതിപരിശുദ്ധ സ്ഥലമാണ്. എന്താണ് ഈ അതിപരിശുദ്ധ സ്ഥലത്തിന്റെ പ്രത്യേകത? നീളം, വീതി, ഉയരം എന്നിവ സമമായ ഒരു പോർഷനാണ് ഈ അതിപരിശുദ്ധ സ്ഥലം. അവിടെയാണ് ദൈവത്തിന്റെ പെട്ടകം, അവിടെയാണ് കൃപാസനം, അവിടെയാണ് ഷെക്കൈന ഇറങ്ങി വരുന്നത്. അതിന്റെ ആകൃതി നമ്മള് പുറപ്പാട് പുസ്തകം പഠിച്ചാൽ കാണാം. അതിന്റെ നീളം, വീതി, ഉയരം എന്നിവ തുല്യമായിരുന്നു ഈ അതിപരിശുദ്ധ സ്ഥലത്തിന്റെ തിരുനിവാസത്തിന്റെ. അവിടെയാണ് ദൈവം ഇറങ്ങി വസിച്ചത്. അവിടേക്ക് ആരെങ്കിലും വരണമെങ്കിൽ പാപത്തിന്റെ പ്രായശ്ചിത്തമായ രക്തം ഒഴിക്കാതെ ഒരാൾക്ക് അവിടേക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ദൈവം എന്തിനാണ്
സമാഗമന കൂടാരം അനുവദിച്ചത്, പണിയാൻ ആവശ്യപ്പെട്ടത്, ഞാൻ അവരുടെ നടുവിൽ വസിക്കും. ദൈവത്തിന് വസിക്കാൻ. ഇനി അത് കഴിഞ്ഞ് ശലോമോൻ ദൈവാലയം പണിയുന്നു. ശലോമോന്റെ ദൈവാലയത്തിലും ഈ അതിപരിശുദ്ധ സ്ഥലമുണ്ട്. ആ അതിപരിശുദ്ധ സ്ഥലത്ത് പെട്ടകമുണ്ട്. അവിടെയാണ് ദൈവ തേജസ് ഇറങ്ങി വന്നത്. ശലോമോനെ തേജസ് കണ്ട് കവിഞ്ഞു വീണു. അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയിൽ ദൈവാലയമുണ്ട്, മില്ലേനിയം ടെമ്പിൾ. അവിടെയും അതിപരിശുദ്ധ സ്ഥലത്താണ് ദൈവതേജസ് ഇറങ്ങി വരുന്നത്. അതിന്റെ ആകൃതി ഈ പറഞ്ഞ പോലെ നീളവും വീതിയും ഉയരവും സമമാണ്. അവിടേക്കാണ് ദൈവത്തിന്റെ ഷെഖൈന തേജസ് ഇറങ്ങി വരുന്നത്. 4-മത്തെയാണ് ഞാൻ പറഞ്ഞത്. 5-മത്തേത് പുതിയ സഭയാണ്. 5-മത്തേത് കെട്ടിടമല്ല, അക്ഷരീയ കെട്ടിടമല്ല, പുതിയ നിയമസഭയാണ്. സഭ ദൈവം വസിക്കുന്ന ഇടമാണ്. തിമോഥെയോസ് ലേഖനത്തിലുണ്ട്, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. ദൈവസഭയ്ക്കകത്താണിപ്പം. 6-മത് ഇനി വരാനിരിക്കുന്നത് മഹാപീഡനകാല ദൈവാലയമാണ്. നമ്മൾ പറയാതെ പോരണം. അവിടെയും ദൈവതേജസ് അതിപരിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി വരേണ്ടതും വസിക്കേണ്ടതുമാണ്. എന്നാൽ അവിടെ എതിർ ക്രിസ്തുവിന്റെ മ്ലേച്ഛബിംബത്തെ അവൻ പ്രതിഷ്ഠിക്കുന്നത് കൊണ്ട് ദൈവത്തിനോട് വസിക്കാൻ ഒക്കുകയില്ല. 7-മത് പൂർണ്ണമായി ദൈവതേജസ് ഇറങ്ങി വരുന്ന സ്ഥലം പിന്നെ നമ്മൾ കാണുന്നത് പുതിയ യെരൂശലേമാണ്. പുതിയ യെരൂശലേം എന്ന് പറയുന്നത് ഒരു ദൈവാലയമല്ല, ഒരു നഗരമാണ്. ആ നഗരം സമചതുരമാണ്, നീളവും വീതിയും ഉയരവും തുല്യമാണ്. അവിടേക്കാണ് പിന്നെ ദൈവതേജസ് ഇറങ്ങി വരുന്നത്. ദൈവത്തിന്റെ തേജസ്, കുഞ്ഞാടിന്റെ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. ഇത് ക്യാപിറ്റലാണ്, പുതിയ ഭൂമിയുടെ തലസ്ഥാനമാണ്. ഇവിടേക്ക് പ്രവേശനമാർക്കൊക്കെ ഈ നഗരത്തിൽ നിവസിക്കുന്നവരാര്, നഗരത്തിന് വെളിയിലാര്? നമ്മൾ നേരത്തെ പുതിയ യെരൂശലേമിൽ ആരൊക്കെയുണ്ട് എന്ന് പഠിച്ചിരുന്നു. നഗരത്തിനകത്ത് ആരൊക്കെയുണ്ട്? ആരൊക്കെ പുറത്തു പോകും? ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. വെളിപ്പാട് 21-27 ഒരാൾക്ക് വായിക്കാം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവനല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അപ്പോ പുതിയ യെരൂശലേമിനകത്ത് ആരെങ്കിലും പ്രവേശനം ഉണ്ടാകണമെങ്കിൽ ചില നിബന്ധനകളോട് പറയുക. 1, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവരായിരിക്കും, അശുദ്ധിയുള്ളവരായിരിക്കരുത്, ഭോഷ്കുള്ളവരായിരിക്കരുത്. ഇങ്ങനെയുള്ളവരൊക്കെ പുറത്തു പോകും, നഗരത്തിനകത്ത് കിടക്കുകയല്ല. ഇനി 22-15 നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. പുറത്തു തന്നെ എന്ന് പറഞ്ഞാൽ അവരെ പുതിയ യെരൂശലേമിന് പുറത്ത് പുതിയ ഭൂമിയിൽ ഉണ്ടെന്നല്ല കേട്ടോ അർത്ഥം. അങ്ങനെ ചിന്തിക്കരുത്. പുതിയ ഭൂമിയിൽ യാതൊരു അശുദ്ധിയുമില്ല. ഇവിടെ പറയുന്നത് ഈ നഗരത്തിനകത്തുള്ളവർ ആരൊക്കെയാണ്, ആരൊക്കെയല്ല.
ഇതിനകത്ത് കിടക്കാൻ, പുതിയ ഭൂമിയിലേക്ക് കടക്കാൻ ഇവിടെ പേര് പറഞ്ഞ മൃഗാർക്ക് സാധ്യമല്ല. പുതിയ ഭൂമി നീതി വസിക്കുന്ന ഇടമാണ്, വിശുദ്ധിയുടെ സ്ഥലമാണ്. അശുദ്ധമായത് യാതൊന്നും ചെയ്യുന്നവർ അതിനകത്ത് പ്രവേശിക്കാൻ വരെ കിടക്കില്ല. അപ്പൊ സമ്പൂർണമായ നീതിയും സമ്പൂർണ്ണ വിശുദ്ധിയും സമ്പൂർണമായി സ്വർഗീയ സാന്നിധ്യം വസിക്കുന്ന ഇടമായതും യാതൊരു അഴുക്കുമുള്ളവൻ അതിനകത്ത് കിടക്കയില്ല. അപ്പൊ ആരെ അതിനകത്ത് കിടക്കൂ? ജയിക്കുന്നവൻ, ശുദ്ധീകരിക്കപ്പെട്ടവൻ. അല്ലാത്തവൻ അതിനകത്ത് കിടക്കാനൊന്നുമില്ല. ഇനി വേറൊരു വാക്യം കൂടെ വായിച്ച് 22:18-19. 22:18-19. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പുസ്തകത്തിലെ വചനത്തിൽ നിന്നും ആരെങ്കിലും പലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ ഇരിക്കുന്ന ജീവവൃക്ഷത്തിന്റെ വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. വചനം തെറ്റായി പഠിപ്പിച്ചാൽ നഗരത്തിലുള്ള അംശം അവൻ ലഭിക്കാതെ വരും, നീക്കിക്കളയും. ദൈവവചനം ഇന്ന് എത്ര വ്യത്യസ്ത രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ദൈവഭയമില്ലാതെ വചനത്തെ ഓട്ടിക്കളയുന്ന, ദുർവ്യാഖ്യാനം ചെയ്യുന്ന, ജനങ്ങളെ അങ്ങനെ പഠിപ്പിക്കുന്ന സകല ആളുകളും പുറത്തു പോകും. സകല ആളുകളും പുറത്തു പോകും. അപ്പൊ ദൈവവചനത്തെ ഉള്ളതുപോലെ സത്യസന്ധമായി പഠിപ്പിക്കാതെ ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നവർ പുതിയ യെരൂശലേമിൽ കാണുകയില്ല. പുതിയ യെരൂശലേം എന്ന് പറയുന്നത് ആകമാന പുതിയ ഭൂമിയുടെ ഒരു ചെറിയ അംശമേ ഉള്ളൂവെങ്കിലും അതിനകത്ത് വിശുദ്ധന്മാർ, പഴയ പുതിയ നിയമത്തിലെ വിശുദ്ധ ഗണം മാത്രമേ അതിനകത്തുണ്ടാവൂ. എല്ലാവരും ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് പ്രവേശിക്കാൻ നമുക്ക് യോഗ്യത ഉണ്ടാകുന്നത് ഒന്നാമത് യേശുവിന്റെ രക്തത്താലുള്ള തെരഞ്ഞെടുപ്പ്, വീണ്ടെടുപ്പാണ്. എന്നാൽ അതിനകത്ത് സ്ഥാനങ്ങൾ, പ്രതിഫലങ്ങൾ, തേജസ് ഇതൊന്നും വെറുതെ തരികയില്ല. രക്ഷ സൗജന്യമാണ്, പ്രതിഫലങ്ങൾ സൗജന്യമല്ല, സ്ഥാനം സൗജന്യമല്ല, തേജസ് സൗജന്യമല്ല. ഇതെല്ലാം കിട്ടുന്നത് നമ്മുടെ പ്രവർത്തിക്കനുസരിച്ചാണ്. കൂലിയായിട്ടാണ് കിട്ടുന്നത്. താൻ്റെ അധ്വാനത്തിനൊത്തവണ്ണം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം എടുത്തേ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം. അതിന്റെ 8-ാം വാക്യം വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 3-ന്റെ 8. നനയ്ക്കുന്നവനും നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. കണ്ടോ? ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു. ഒരു ഇതിന്റെ സഭയെ കുറിച്ച് പറയുക. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താൻ്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. അപ്പൊ നമ്മള് കർത്താവിനെ സേവിക്കുന്നതിനും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനും
എല്ലാം കൂലിയുണ്ട്. ഒന്നും വെറുതെ അല്ല, സൗജന്യമല്ല. രക്ഷ സൗജന്യമാണ്. രക്ഷ നമ്മൾ പ്രവർത്തിച്ചു കിട്ടുന്നതല്ല, കൃപയാലാണ്. ഒരാൾ സ്വർഗത്തിൽ പോകുന്നതും കൃപയാലാണ്, അവന്റെ പ്രവൃത്തി കൊണ്ടല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ സ്നേഹിതൻ ഇടയ്ക്ക് എന്നോട് ബൈബിൾ സംസാരിക്കുന്ന എനിക്കൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം കാലിഫോർണിയയിലാണ് താമസിക്കുന്നത്. എനിക്ക് അദ്ദേഹം ഒരു ക്ലിപ്പിട്ട് തന്നു. അദ്ദേഹം പറഞ്ഞു, ഒരാൾ മലയാളിയായ ഒരു പ്രസംഗകൻ അമേരിക്കയിലുള്ള ഒരു കോൺഗ്രിഗേഷനിൽ അയാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഒറ്റ ഒരുത്തനും സ്വർഗത്തിൽ പോവുകയില്ല. അതിനുള്ള കുറെ കാരണങ്ങൾ പറഞ്ഞു. ഒരുത്തരും രക്ഷപ്പെടുകയില്ല, പോവുകയില്ല. അത് പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയനുസരിച്ച്, ദൈവവചനമനുസരിച്ച് തെറ്റാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ആര് സ്വർഗത്തിൽ പോകുമെന്ന് വേറൊരാൾക്ക് 100% ഉറപ്പിക്കാനാവില്ല. എന്നാൽ പോവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരാളും പോകുന്നത് അയാളുടെ യോഗ്യത കൊണ്ടല്ല. ഒരൊറ്റയാളും സ്വർഗത്തിൽ പോകുന്നത് അയാളുടെ യോഗ്യത കൊണ്ടല്ല. അതിന്റെ കാരണം, രക്ഷ ദൈവം കൃപയാൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി കൊടുക്കുന്നതാണ്. നമ്മുടെ നീതിപ്രവൃത്തി കൊണ്ടല്ല നമ്മൾ ആരും സ്വർഗത്തിൽ പോകുന്നു. പ്രതിഫലം വേണോ പ്രവർത്തിക്കണം, തേജസ് വേണോ പ്രവർത്തിക്കണം, അതിനെല്ലാം പ്രവർത്തിക്കണം. ചിലർ ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് സ്വർഗമായിട്ട് കണക്കാക്കുന്നവർ. ഉദാഹരണത്തിന്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയും. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് സ്വർഗമല്ല. അവിടെ പറയുന്ന ഒരു ആത്മീക മണ്ഡലം, അനുഭവം എന്ന അർത്ഥത്തിലാണ്. വീണ്ടും ജനിച്ച ഒരാൾ ദൈവരാജ്യത്തിൽ കടന്നു. അപ്പൊ നമ്മൾ വീണ്ടും ജനിച്ചാലേ നമ്മളിപ്പോ സ്വർഗത്തിലാണോ? നമ്മൾ ദൈവരാജ്യത്തിലാണ്. സഭയ്ക്കകത്ത് വരുമ്പോ നമ്മൾ ദൈവരാജ്യത്തിലാണ്. അപ്പൊ ദൈവരാജ്യം എന്ന് വായിക്കുമ്പോ അല്ല അത് സ്വർഗമാണെന്ന് വിചാരിക്കുന്നത്. ഈ ഉദാഹരണത്തിന്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ശരിയാണ്, ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാണ്. ഈ വക പ്രവർത്തിക്കുന്നവർക്ക് അത് കിട്ടുകയില്ല. ഇതൊന്നും സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് പുതിയ യെരൂശലേമിൽ നമ്മൾ പോകുന്നത്, നമ്മൾ ചെല്ലുന്നത് നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല. എന്നാൽ വിശുദ്ധീകരിക്കപ്പെട്ടത് വിശുദ്ധിയിൽ തുടരണം. അഴുക്കായ ജീവിതം നയിച്ചാൽ അവന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകാം. അതാണ് കാര്യം. കാരണം അവന്റെ പിന്മാറ്റം അവനെ ദൈവത്തിൽ നിന്നകറ്റും, കർത്താവിൽ നിന്നകറ്റും, രക്ഷയിൽ നിന്നകറ്റും, കൃപയിൽ നിന്നകറ്റും. അതാണ് കാര്യം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അങ്ങനെ പുതിയ യെരൂശലേമിൽ നഗരത്തിന് നടുവിൽ 12 വീഥികളും സംഗമിക്കുന്ന സ്ഥലത്താണ് കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും സിംഹാസനം.
ഈ ലോകം മുഴുവൻ കർത്താവ് അടക്കി ഭരിക്കുക. വാഗ്ദത്ത പ്രകാരം കർത്താവ് സകലത്തിന്റെയും ശകലവുമായി തീരുകയാണ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായി നമ്മൾ വെളിപ്പാട് 21 വെളിപ്പാട് 22 നമ്മൾ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ഒരു വാക്യത്തെ കുറിച്ചുകൂടെ പറഞ്ഞിട്ട് ഞാൻ വിടാം. 22 വെളിപ്പാട് 22 അതിന്റെ 2 വാക്യമായി. 2 വാക്യം. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധ ഫലം കായ്ച്ച് മാസം തോറും അതാത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. മതി. ഈ വാക്യത്തെ കുറിച്ചുള്ള പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് പുതിയ യെരൂശലേമിൽ ജീവവൃക്ഷമുണ്ട്. സീസൺ അനുസരിച്ച് ഫലം കായ്ക്കും. അവിടെ 12 മാസം എന്നൊക്കെ എഴുതിയത് ഇന്നത്തെ ഭൂമിയുടെ വർഷക്കണക്കല്ല, അന്നത്തെ ഭൂമിയുടെ വർഷം, അതിന്റെ കണക്കെന്ന് പറയുന്നത്. രാവും പകലും ഉണ്ടാകുന്നില്ല. പുതിയ ഭൂമിയിൽ രാത്രിയില്ല, അപ്പൊ ദിവസമില്ല, ആഴ്ചയില്ല, മാസമില്ല. പിന്നെ ഇതെങ്ങനെ പറയാൻ കാരണം, യോഹന്നാൻ ജീവിച്ചിരുന്ന കാലത്തും ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്കും കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ്. അല്ല 12 മാസം ഒരു കൊല്ലത്തിന് നമുക്ക് 12 മാസം. അവിടെ 12 മാസം നിത്യതയിലുണ്ടെന്ന് കണക്കാക്കരുത്. അവിടെ അത് ഉണ്ടായിട്ടല്ല പറയുന്നത്. എപ്പോഴും സീസണിൽ വ്യത്യസ്തമായി ഒരു സമയത്ത് കിട്ടുന്ന ഫ്രൂട്ടല്ല പിന്നെ കിട്ടുന്നത്. അടുത്ത സീസണിൽ വേറെ ഫ്രൂട്ടാ, അടുത്ത കുറച്ച് കഴിയുമ്പോൾ വേറെ ഫ്രൂട്ടാ, ഇങ്ങനെ മാറിക്കാഴ്ച. ഇതിങ്ങനെ ഒരു ശൃംഖല പോലെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പുതിയ ഭൂമിയിൽ മാസമോ വർഷമോ ഇല്ല. ഇനി വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. പുതിയ ഭൂമി രോഗമുണ്ടോ? ഇല്ല. അവിടെ പുതിയ ഭൂമിയിൽ ജീവവൃക്ഷത്തിന്റെ ഇല പുതിയ യെരൂശലേമിന് വെളിയിലുള്ള ജനതകൾക്ക് ആരോഗ്യത്തിനുതകുന്നു എന്ന് തർജ്ജിമ ചെയ്യേണ്ട പദം. രോഗമില്ല അവിടെ. രോഗമില്ലാത്തടത്താണ് എന്താണ് രോഗശാന്തി? അല്ല, ആരോഗ്യവും പുതുമയും പുതുക്കവും അവരുടെ ശരീരത്തിന് കൊടുക്കാൻ ഇതിന്റെ ഇലയ്ക്ക് കഴിയും. പഴം കിട്ടത്തില്ലല്ലോ അവർക്ക്. ജീവിതത്തിന്റെ ഫലം പുതിയ യെരൂശലേമിന് വെളിയിലുള്ള ആർക്കും കിട്ടത്തില്ല. പിന്നെ അവർക്ക് കിട്ടുന്നത് ഇതിന്റെ ഇല വന്ന് കൊണ്ടുപോകാം. ആ ഇല കഴിച്ചാൽ കൂടുതൽ എനർജറ്റിക് ആവുക. അതേ ഉള്ളു പ്രയോജനം. പുതിയ ഭൂമിയിൽ ആഹാരമുണ്ട്. പുതിയ ഭൂമിയിൽ മനുഷ്യൻ ആഹാരം കഴിക്കുന്നുണ്ട്. നമ്മളെ പോലെയുള്ള തേജസ്സിന്റെ ശരീരമല്ല അവരുടേത്. എന്നാൽ നശിക്കാത്ത ശരീരമാണ്. അവ ജാതികളുടെ രോഗശാന്തി എന്നിടത്ത് ആരോഗ്യത്തിന് ഉതകുന്നു എന്ന് വായിക്കണം. അതാണ് ഇതിന് ശരിയെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. വൈശിഷ്ട്യ സാറൊക്കെ ആ അഭിപ്രായക്കാരനാണ്. അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിനാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. ഓക്കെ, വെളിപ്പാട് പുസ്തകം സംബന്ധിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. നിങ്ങൾ എക്സാമിന് തയ്യാറാവുക.
എഴുതിയ നോട്ടുകൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിച്ച കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ എഴുതാനോ വിട്ടുപോയെങ്കിൽ പറയുക, പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇല്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.